ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലേ, എൻ്റെ പേര് ചേച്ചി, UK-ലാണ് കേട്ടോ. നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടാതെ ഇങ്ങനെ ഈ നേച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികളും പൂക്കളും അത് നടാനും അതിൻ്റെ വിളവെടുക്കാനും പുതിയ പുതിയ കൃഷികൾ ഇങ്ങനെ പഠിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതോടൊപ്പം ചെറിയൊരു ചാരിറ്റിയിൽ ഒരു മെമ്പറാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ ചാരിറ്റിയോടൊപ്പം ചേർന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ പാഷൻ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും, എല്ലാവരും പറയുന്ന പോലെ സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാട് പേര് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എൻ്റെ കോളേജിൽ പഠിച്ചവർ, എൻ്റെ നേഴ്സിങ്ങിന് എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ ഇവിടെ UK-യിലുള്ള ഒരുപാട് സുഹൃത്ത്, പഠിക്കാൻ എൻ്റെ കൂടെ ഒന്നും സുഹൃത്തുക്കളല്ലാത്ത കുറേ പേര്, എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഒരു പ്രായമൊക്കെ വെച്ചിട്ട് എനിക്ക് ഈ വീഡിയോയെ പറ്റിയിട്ടൊന്നും വലിയ ജ്ഞാനമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ഇവിടുത്തെ എൻ്റെ ഒരു അനുജത്തി ടീനയാണ് എനിക്ക് ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഇന്നിപ്പം ഇവിടം വരെ എത്തി നിൽക്കുന്നത് ടീനയുടെ ഒരു ബാക്ക് സപ്പോർട്ട് കൊണ്ടാണ്. അപ്പം ടീനയ്ക്ക് അതോടൊപ്പം തന്നെ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് കട്ട ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം ഇന്നങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിനിടയ്ക്ക് എനിക്ക് 2 ദിവസത്തേക്ക് നല്ല സുഖമില്ലായിരുന്നേ. സൈനസൈറ്റിസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം ചെറിയ ടെമ്പറേച്ചറൊക്കെ ആയിട്ട് അങ്ങനെ ബെഡിൽ കിടന്നുപോയി. അപ്പം ഞാനിങ്ങനെ ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു, അയ്യോ ഇനി എഴുന്നേക്കാൻ പറ്റുമോ, ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ജോലിക്ക് പോകാൻ പറ്റുമോ, യൂട്യൂബ് എടുക്കാൻ പറ്റുമോ, കൂട്ടുകാരോടൊക്കെ വർത്താനം പറയാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ചിന്തകൾ വരുമല്ലോ. അങ്ങനെ ചെറിയൊരു പനി വന്നപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയെന്ന് പറയുക. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ ഈ ചാരിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മാരകമായ ബുദ്ധിമുട്ടുകളുള്ള പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടേ. അപ്പം അവരുടെയൊക്കെ ഒരു മാനസികമായ വിഷമത്തെ പറ്റി ഓർക്കുമായിരുന്നു. ശരിക്കും അവരുടെ മുൻപിലൊന്നും നമ്മുടെ ഈ ചെറിയ അസുഖമൊന്നും അല്ലാന്നറിയാം. എന്തായാലും അവരുടെയൊക്കെ ആ ഒരു വിഷമത്തിൻ്റെ ഒപ്പം ചേർന്ന് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതിൽ നിന്നൊക്കെ മോചനം കിട്ടട്ടെ, ട്രീറ്റ്മെൻറ്റ് ഫലിക്കട്ടെ, പ്രാർത്ഥന ഫലിക്കട്ടെ, എല്ലാവരുടെയും സപ്പോർട്ടും പിന്നെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു മനസ്സും എല്ലാ രോഗികൾക്കും ഉണ്ടാവട്ടെ. ഒരു 3-4 ദിവസം മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ടീന ഇട്ട് തന്നതേ. അപ്പോൾ അത് ഞാൻ കുറേ പ്രാവശ്യം ഞാനിങ്ങനെ വായിച്ചു. അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പോസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ നാട്ടിൽ ഒരു കുടുംബം ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിലായിരുന്നു. അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാകാം ഹസ്ബൻഡും വൈഫും 2 കുഞ്ഞുമക്കളും, ഒന്നും അറിയാത്ത 2 കുഞ്ഞുമക്കളും ജീവിതം അവസാനിപ്പിച്ചത്. നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ പറയും കരയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നല്ലേ. ഒരു പക്ഷേ ഇത് ചിലപ്പം ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും പറയുന്നത് തന്നെയാണ്, നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അതിനിടയ്ക്കൊരു ന്യൂസ് വായിച്ചിരുന്നു, ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവർ വന്ന് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാർ മുൻകൈ എടുത്തവർക്ക് വീടും കാര്യങ്ങളൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ സ്റ്റില്ല് അവരെന്തിനാ ചെയ്തതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും ദാരിദ്ര്യം തന്നെ ആവാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു പോസ്റ്റ്, ഒരുപാട് പോസ്റ്റ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിലൊരു പോസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനും ഒക്കെയുള്ളൊരു പോസ്റ്റാണ്. അത് ടീന എനിക്ക് ഇട്ടുതന്നതേ. ഞാനൊന്ന് വായിക്കാം. ഇന്ന് ഒരാൾ ഗുരുവായൂരിൽ 37 പവന്റെ കനക കിരീടം സമർപ്പിച്ചു. അതേ സംസ്ഥാനത്ത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം പറയുന്നത്, കാഴ്ച പരിമിതിയുള്ള ഭാര്യ, 2 കുഞ്ഞുമക്കൾ, താമസിക്കാൻ സുരക്ഷിതമായ ഒരിടം പോലുമില്ലാതെ അലഞ്ഞ് ഒടുവിൽ ജീവിതം ഒരു പുഴയിൽ അവസാനിപ്പിച്ച ഒരു കുടുംബം. ഇവിടെ ചോദ്യം വിശ്വാസത്തോടല്ല, നമ്മുടെ മുൻഗണനകളോടാണ്. കോടികൾ വിലമതിക്കുന്ന നേർച്ചകൾ ദൈവത്തിന് ആവശ്യമാണോ? ചോദ്യം ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹം. അതോ ആ പണം കൊണ്ട് ഒരു കുടുംബത്തിന് വീട്, ചികിത്സ, ഭക്ഷണം, വിദ്യാഭ്യാസം നൽകുന്നതാണോ യഥാർത്ഥ പുണ്യം? വിശ്വാസം വ്യക്തിപരമായ അവകാശമാണ്. പക്ഷേ വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യന്റെ കണ്ണീർ കാണാതെ പോകുന്ന സമൂഹത്തെ നാം ചോദ്യം ചെയ്യേണ്ടതില്ലേ? വിശക്കുന്ന വയറിന് അന്നം നൽകുന്നതും വീടില്ലാത്തവർക്ക് ഒരു മേൽക്കൂര നൽകുന്നതും നിരാശയിൽ കഴിയുന്നവർക്ക് കൈത്താങ്ങാവുന്നതുമാണ് ഏറ്റവും വലിയ നേർച്ച.
ദൈവത്തിന് സ്വർണ്ണ കിരീടങ്ങൾ അണിയിക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് പ്രതീക്ഷയുടെ കിരീടം അണിയിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇത് ആരോ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിൽ എത്രയോ ചിന്തിക്കാനുള്ള കാര്യങ്ങളാണല്ലോ ശരിക്കും. ഇപ്പം ഞാൻ ഈ വായിച്ച പോസ്റ്റിനോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ 100% ഞാൻ അനുകൂലിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്വർണത്തിൻ്റെ കിരീടങ്ങളും ഇതൊന്നും നമ്മുടെ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ ആവശ്യമുണ്ടോ? അതിന് പകരമായിട്ട് എത്രയോ പേരാണല്ലേ ഇതുപോലെ വിഷമം അനുഭവിക്കുന്നവർ. അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, 50 പവൻ്റെ സ്വർണ്ണ കിരീടം ദൈവത്തിന് അണിയിക്കുന്നതിനേക്കാളും ഇരട്ടി പുണ്യം കിട്ടുമെന്നാണ് എൻ്റെ ഒരു സാധാരണക്കാരിയായ എൻ്റെ ഒരു വിശ്വാസം. എന്ന് വിചാരിച്ച് നമ്മളിതിനെ വിമർശിക്കുന്നതൊന്നുമല്ല കേട്ടോ. അനുയോജ്യമായ കാര്യങ്ങൾ എല്ലാവർക്കും വേണം. എന്നാലും ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോകും. ഇവർക്ക് ചിലപ്പം ഒരു 2-3 മാസം മുൻപ് ആരെങ്കിലുമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു വീടിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാണോ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയില്ല, അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ഇന്നും ഈ ലോകത്ത് നമ്മോടൊപ്പം ജീവിക്കേണ്ടവരായിരുന്നു എന്ന്. ആ കുഞ്ഞുമക്കൾക്ക് ഒന്നും അറിയില്ല. ആ കുഞ്ഞാണെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ അറിയാം, കുഞ്ഞ് ചിരിച്ചു കളിച്ചാണ് പോകുന്നത്. അപ്പം ഒന്നും അറിയാതെയാണ് ആ കുഞ്ഞുമോള് മരണത്തിലേക്ക് വഴുതി വീണത്. വല്ലാത്തൊരു വിഷമം തോന്നി. എനിക്ക് അന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും എൻ്റെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ തരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മളെല്ലാവരും ഈ ലോകത്തേക്ക് വന്നത് ഒന്നുമില്ലാതെ വന്നതല്ലേ. നമ്മുടെ കയ്യിൽ പണമോ പ്രശസ്തിയോ വിദ്യാഭ്യാസമോ സ്വർണ്ണമോ വെള്ളിയോ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. നമ്മൾ തിരിച്ചു പോകുന്നത് അതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോ മരണം വരുമ്പോഴും നമ്മൾ വിചാരിക്കും, അവർക്ക് അത്രയും പണം ഉണ്ടായിട്ടും അവർക്ക് അത്രയും സ്വർണ്ണം ഉണ്ടായിട്ടും എത്രയോ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടും അവർ തിരിച്ചു പോകുന്നത് ഒന്നുമില്ലാതെ വെറും കൈയോടെ പോകുന്നത്. ആകെ നമുക്ക് വേണ്ടത് 6 അടി മണ്ണ് മാത്രമാണ് വേണ്ടത്. അവരവരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സമ്പത്തുള്ളവൻ ഇഷ്ടംപോലെ പേര് കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്രയോ പേരാണ് ഇപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യണത്. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ടോണി ചായൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഞാൻ മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വർണ്ണക്കടയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇതുപോലെ നമ്മൾക്കൊന്നും നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത അത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെയാണ് അദ്ദേഹം കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ. ടോണി ചായൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോയുടെ പേര് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ വിഷമം വരും. കാരണം ബാത്റൂം ഒന്നുമില്ല, വെറുതെ ഒന്ന് മറച്ചു കെട്ടി പെൺപിള്ളേർ കുളിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്ന സ്ഥലം, വീട്ടിൽ വെള്ളം കയറുന്ന സ്ഥലം, പാമ്പുകൾ കയറുന്ന സ്ഥലം, കഞ്ഞി വെക്കാത്ത സ്ഥലം, അങ്ങനെ എത്രയോ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെയാണ് അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ ടോട്ടലി അല്ലെങ്കിൽ ജനറലി നോക്കുമ്പം എല്ലാവരും ഓക്കെയാണ്. ഞാനിപ്പോൾ ഇന്നൊരു ഫാമിലിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അരി കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അരി വാങ്ങണ്ട, അരി വെക്കാനുള്ള നിവൃത്തി അവർക്കുണ്ട്. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാനായിട്ട് അവരുടെ അടുത്ത് പൈസ ഇല്ല. പക്ഷെ പരാതിയില്ല, അവർക്ക് വിശപ്പ് അടക്കാനുള്ള സാധനങ്ങളുണ്ടല്ലോ എന്നുള്ള ഇത്. അപ്പം നമ്മളൊക്കെ സമൃദ്ധമായി ഫുഡ് കഴിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം നമ്മളെല്ലാവരും അന്വേഷിക്കേണ്ടതാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുടെ അടുത്തേക്ക് എത്തിക്കുക. എല്ലാവരും നമ്മുടെ ആരോഗ്യത്തിന് അനുയോജ്യമായ ഭക്ഷണം കഴിക്കാനും മഴ പെയ്യുമ്പോൾ വീഴാതെ ഒരു കൂരയിൽ താമസിക്കാനും ഒക്കെ അർഹരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പണം ഇല്ലാത്തവരായി ജനിച്ചു എന്ന് അവരുടെ കുറ്റമല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചിലർക്ക് പഠിക്കാനായിട്ട് എല്ലാവരെയും പോലെ പഠിക്കാനായിട്ട് സാധിച്ചു കാണില്ല. അതും എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പകുത്തു കൊടുക്കുക, അവർക്കും ജീവിത സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെയൊക്കെ ദൗത്യം ശരിക്കും പറഞ്ഞാൽ. കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങളറിയുന്ന ആരെങ്കിലും അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് മദേഴ്സ് ചാരിറ്റി ത്രൂ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും.
എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഇപ്പോൾ സമ്മറാണ് UK-ലെ. അത് കാരണം എല്ലാവരും തിരക്കിലാണ്. ഈ സമ്മർ ടൈമിലാണല്ലോ എല്ലാവരും ഔട്ടിങ്, കുഞ്ഞുങ്ങളെയും കൊണ്ടും ചെറിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ടും ഔട്ടിങ്ങിന് പോണത് അങ്ങനെയാണല്ലോ. ഞങ്ങളും ഒരു ഔട്ടിങ്ങിന് പോയിരിക്കുമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു പ്രയർ ഗ്രൂപ്പുണ്ട്, ഇമ്മാനുവൽ ലവ് കമ്മ്യൂണിറ്റി എന്നാണ് പേര്. ഞങ്ങളൊരു 16-17 ഫാമിലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടി നല്ല രസമായിരുന്നു. നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്ന് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ബന്ധുക്കാരും സ്വന്തക്കാരും അയൽവക്കക്കാരും ഒക്കെ വരുന്ന ഒരു പ്രതീതിയായിരുന്നു ശരിക്കും. കാരണം ഞങ്ങളൊക്കെ തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് അറിയുന്നവരാണേ. അപ്പോൾ നമുക്ക് എന്തും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോ വീട്ടുകാരും ഓരോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു. അങ്ങനെ അത് ചൂടാക്കാനും അതൊന്ന് എന്താ പറയുക ഒലത്താനും അതിന് സവോള അരിയാനും മുട്ട പൊരിക്കാനും അങ്ങനെ അതിനൊക്കെ ഒരു എല്ലാവരും ഒരുമിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സന്തോഷമായിരുന്നു. ദോശ ചുടാനും ഒരുമിച്ചിരുന്ന് കഴിക്കാനും പാത്രങ്ങൾ കഴുകി വയ്ക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് അടുക്കളയിൽ കയറാനും എല്ലാം. പിന്നെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നടക്കാനൊക്കെ പോയി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു 2 days. ഞങ്ങൾ വെള്ളിയാഴ്ച പോയിട്ട് ശനിയാഴ്ച ഫുൾ ഡേ ഉണ്ടായിരുന്നു. സൺഡേ ആണ് തിരിച്ചു വന്നത്. നല്ല രസമായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ പോണത് നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുളിർമയാണ്. ഞങ്ങളങ്ങനെ വരുന്ന സ്ഥലത്ത് പോയിപ്പോഴും വന്നപ്പോഴും ഒക്കെ റോഡിൻ്റെ 2 സ്ഥലത്തും 2 സൈഡിലും ഗോതമ്പിൻ്റെ പാടങ്ങൾ ഇങ്ങനെ വിളഞ്ഞു കിടക്കുക, സ്വർണം വിളഞ്ഞു കിടക്കുന്ന പോലെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ നെൽപ്പാടങ്ങൾ കൊയ്യാറാവുന്ന സമയത്ത് ആ ഒരു ഗോൾഡൻ കളറിൽ വരില്ലേ, അതുപോലെ കിടക്കുവാണ് ഏക്കർ കണക്കിന്. അത് വിളഞ്ഞു വരുന്നേ ഉള്ളൂ, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം ഈ ചോളം, അയ്യോ അതിങ്ങനെ ആയിട്ടില്ല, പക്ഷെ അതിങ്ങനെ ആവാൻ വരുന്നേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കരിമ്പിൻ്റെ ഇതുപോലെ തോന്നുവേ. ചോളത്തിൻ്റെ പാടങ്ങൾ ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ വിധാനിച്ച് കിടക്കുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറേ പൂക്കളുടെ ഒക്കെ കണ്ടു, അവിടെ നിർത്താൻ പറ്റിയില്ല നമുക്ക്. പിന്നെ എന്തായിരുന്നു, അങ്ങനെ ഇനി ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല, സിക്കായിട്ട്. നാളെ ഡ്യൂട്ടിക്ക് പോകും. അതുകൊണ്ട് ടീന റാണിയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതിന് പോയിപ്പോൾ റാണി ഉണ്ടായിരുന്നു കേട്ടോ, ടീന ഉണ്ടായില്ല, റാണി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അജോമി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ എല്ലാ പ്രയർ ഗ്രൂപ്പിലെല്ലാവരും ആയിരുന്നു, ഷൈബി അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. പിന്നെ എന്താണ് പറയാൻ വന്നിരുന്നല്ലോ, നമ്മുടെ ഇത് കണ്ടോ, നിങ്ങളുടെ കൂടെ അന്ന് ഞാൻ നട്ടില്ലേ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ 2 ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല, പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നല്ലതായിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതുകൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ഒഴിച്ചിട്ടില്ല, എന്ന് വെള്ളം ഒഴിക്കണം. ഇവിടെ ഭയങ്കര ചൂടാണ്, പക്ഷെ ഇതിവിടെ ഇങ്ങനെ ഇത് കെട്ടിയാക്കണത് കൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമേ. നിങ്ങളൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്നൊരു റീൽ ഇട്ടിട്ടുണ്ട് ഉലുവയുടെ. ഞാൻ ഉലുവ മൈക്രോ ഗ്രീനായിട്ട് വീട്ടിൽ വളർത്തിയതാണ് ഇട്ടിരിക്കണേ. നോക്കിയാൽ ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടതാ, കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം. കയ്പുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കയ്പുണ്ട്. ആ ഉലുവയ്ക്ക് ഒരു ചെറിയ കയ്പുണ്ടാവില്ലേ, പക്ഷെ ഒരു പിടി തേങ്ങ ഇട്ടിട്ട് തോരൻ വെച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്, നല്ല ഗുണങ്ങളുള്ളതല്ലേ. പിന്നെന്താ, ഞാനൊന്ന് വെള്ളം എടുക്കട്ടെ നനയ്ക്കാനായിട്ട്. അതിന് മുൻപ് നമ്മുടെ കമ്പോസ്റ്റ് എന്തായെന്ന് അറിയണ്ടേ. നമ്മളൊന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അന്ന് 1 പ്രാവശ്യം ഇളക്കിയതേ ഉള്ളൂ, വേറെ ഇളക്കിയിട്ടേ ഇല്ല. ഒന്ന് നോക്കാം നമുക്ക് എന്തായിരുന്നേ. ഒരു 3 weeks ഒക്കെ കഴിഞ്ഞ് കാണും നമ്മളിത് ഉണ്ടാക്കിയിട്ട് അല്ലേ. എല്ലാം അവിഞ്ഞ് കേട്ടോ. ഒരു നല്ല ബലമുള്ള പോലെ എടുത്തിട്ട് വരട്ടെ. ഇളക്കട്ടെ കേട്ടോ. നല്ല കറുത്ത മണ്ണ് നല്ലതായിട്ട് ഉടഞ്ഞു കിടക്കണം എല്ലാവരും. നമുക്ക് ശരിക്കും കുറച്ചും കൂടി മണ്ണ് കൂട്ടിയിട്ടേ ശരിക്കും കമ്പോസ്റ്റ് പോലെ ആയിട്ടോ. ആഹാ, അപ്പോൾ ഇത് എന്തായിരുന്നു സ്റ്റെപ്പുകൾ ഓർക്കുന്നുണ്ടോ? അടിപൊളി. കണ്ടോ, ശരിക്കും ആയി. സ്റ്റെപ്പ് എന്തായിരുന്നു ഞാൻ ഓർത്തെടുക്കട്ടെ കേട്ടോ. അപ്പം വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കി ആരും കളയണ്ട. ഞാനും ഓർത്ത് നോക്കട്ടെ എന്തായിരുന്നു സ്റ്റെപ്പ്. ആദ്യം ഇങ്ങനെ ഒരു ബക്കറ്റ് എടുക്കുക, അതിൻ്റെ അടിയിൽ ഹോള് വേണം. നമ്മുടെ പച്ചക്കറികളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഏറ്റവും ആദ്യത്തെ ലെയർ ഞാനിട്ടത് പേപ്പറായിട്ടത്. പേപ്പർ അതിങ്ങനെ ഏത് ലെയറൊന്നൊന്നുമില്ല, നമ്മളിട്ടത് പേപ്പറാണ്. നമ്മുടെ ന്യൂസ് പേപ്പർ
കീറി ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വേസ്റ്റ് ഇടുക. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് പുല്ലും ഇതൊക്കെ കൊണ്ടുവന്ന് ഒരു തട്ടിലിട്ടു. പിന്നെ കുറച്ച് മണ്ണിട്ടു. പിന്നെ എന്തായിരുന്നു, അന്ന് ഫ്രഷ് ആയിട്ട് അരിഞ്ഞ കുറച്ച് പഴവും പഴത്തിൻ്റെ തൊണ്ടും പിന്നെ മുട്ടയുടെ ഷെല്ലൊക്കെ ഉണ്ടായിരുന്നു, അതിട്ടു. പിന്നെ മണ്ണിട്ടു. കുറച്ച് തൈര് ഒഴിച്ചു, അതായിരുന്നു മെയിനായിട്ട്. തൈര് ഒഴിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചു. ഇതിപ്പോൾ ഒരു 3 ആഴ്ചയായി. ഇതിപ്പോൾ നല്ല കമ്പോസ്റ്റായി. നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഇടാനായിട്ട് കറക്റ്റ് പാകമായി ഇത്. വേണ്ട. അപ്പോൾ പച്ചക്കറികളുടെ വേസ്റ്റ് ആരും കളയല്ലേ, നമുക്ക് ഉപയോഗപ്പെടും. ഇതുപോലെ ഒരു സാധാരണ പഴയ ബക്കറ്റ് മതിയല്ലോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ സമ്മറിലേക്കുള്ള കമ്പോസ്റ്റ് അല്ലെങ്കിൽ വളം ഇതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് കിട്ടും. ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം അവിഞ്ഞു തുടങ്ങി. അപ്പോൾ അതെനിക്കിഷ്ടമായി. അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് വിജയത്തിലേക്ക് വന്നു. അപ്പം അതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ചെടികൾ നടാനുണ്ടെങ്കിലേ അപ്പം നമുക്കത് ഉപയോഗിക്കാം. അപ്പം അത് സന്തോഷമായി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് വെള്ളം നനയ്ക്കണ്ടേ? ഇത് കണ്ടോ, നമ്മുടെ ലിസ്സിയായി കാണുന്നേ, നല്ല ഭംഗിയായിട്ട് വന്നേക്കണത്. ലിസ്സി എപ്പോഴും ബിസിയാ. ഇത് കണ്ടോ, ഇത് രസമായിട്ട് വന്നേക്കണേ അല്ലേ? ഓരോന്നും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നനയ്ക്കട്ടെ. നമ്മളന്ന് ആ ഒരു വെള്ളത്തിൻ്റെ കുപ്പിയിലേ പെറ്റൂണിയ നട്ട് തുറക്കുന്നുണ്ടോ? ഓക്കെ, നമുക്കത് കുറച്ചും കൂടി നടായിരുന്നു ഇതിനകത്ത്. ഓക്കെ, ഇത് കണ്ടോ, ഒരു സൈഡിൽ നന്നായിട്ട് വന്നു. ഇതും വന്നിട്ടുണ്ട്, ഇതും വരുമായിരിക്കും. നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ നട്ടത് നല്ല ഭംഗിയായിട്ട് വന്നേനെ. അടുത്തൊരു ചട്ടി നമുക്ക് ഇതുപോലെ നടാട്ടോ. അപ്പോൾ ചട്ടിക്ക് നമ്മൾ പൈസ കൊടുക്കണ്ട, വെറുതെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി മാത്രം മതി. നല്ലതായിട്ട് വന്നത്. പിന്നെന്താ വിശേഷങ്ങൾ? ഇതും അന്ന് പെറ്റൂണിയ നട്ടത് കണ്ട, ഇത് വരച്ചു വെച്ചേക്കണ പോലെ അല്ലേ ഇത്? ഇത് റോസുമ്മ വെള്ള വരയനല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ ഇത് കാണുമ്പോൾ പിന്നെയും നമുക്ക് നടാനായിട്ട് തോന്നുവേ. പിന്നെന്തായിരുന്നു എടുത്ത് കാണിക്കാൻ പറ്റിയത്? നമ്മുടെ ഇതൊക്കെ തീർന്നു കേട്ടോ, ചെറിയൊക്കെ തീർന്നു. അന്ന് കുറച്ച് അച്ചാറിട്ടു, പിന്നെ കുറച്ച് ടീനയ്ക്ക് കൊടുത്തു. പിന്നെ ഇതെല്ലാം ഇങ്ങനെ അവിഞ്ഞും തത്തയും പ്രാവും ഒക്കെ വന്ന് കൊണ്ടുപോയി. പിന്നെന്തുമായിരുന്നു, ഞാനിന്നാൾ സ്പിനാച്ച് അന്ന് നമുക്ക് നന്നായിട്ട് വന്നില്ല, അത് ഞാൻ രണ്ടാമതൊരു സെറ്റ് കൂടി നട്ടു. അതായത് ഇതുപോലെ വരുന്നുണ്ട്. ഇതൊരു അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും നമ്മൾ അന്നത്തെ പോലെ ആവും ഇത് സ്പിനാച്ച്. പിന്നെ ലൊബീലിയ എന്ന് പറഞ്ഞിട്ട്, അത് അങ്ങോട്ട് കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? അത് നല്ല നീല കളറിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിവിടെ ചെറുതുണ്ട്, ഇവിടെ വേണ്ട. ഇതൊരു ഭംഗിയല്ല, എന്തൊരു കളറല്ലേ ഇതിൻ്റെ, തീപ്പെട്ടി കളർ പോലെ തോന്നുന്നുണ്ടോ? അടിപൊളി. ഈ വർഷം അപ്പം നിങ്ങളുടെ കൂടെ നട്ടിട്ടായിരിക്കും. ഇതുവരെയായിട്ടൊന്നും അങ്ങനെ ഉണങ്ങിപ്പോയില്ല കേട്ടോ. പിന്നെ ഞാൻ വെള്ളം നനയ്ക്കുന്നുണ്ടായിരുന്നു. ഡാലിയൊക്കെ അവിടെ കുറേ മുട്ടിട്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കാം, വർത്താനോ പറയാം. ഓക്കെ ആണോ? ഒന്ന് വെള്ളം ഓൺ ചെയ്യട്ടെ കേട്ടോ. ഇവിടെ ഡാലിയയുടെ സെക്ഷൻ ഇവിടെയാണല്ലോ. ഡാലിയ അവിടെ 3-4 ഉണ്ടായി നിൽപ്പുണ്ട്. നമ്മുടെ ഉലുവയ്ക്ക് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ഓർക്കുന്നുണ്ട്, ഇതുപോലെ നട്ടത്. അത് ശരിയായി വരുന്നേ ഉള്ളൂ, വരുമെന്ന് വിചാരിക്കാം. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാം നമുക്ക്. ലൊബീലിയ നല്ല ഭംഗിയുള്ള ചെടിയാണേ. യു കെയിൽ ആരെങ്കിലും ലൊബീലിയ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിച്ച് നടന്നേ, നല്ല ബ്യൂട്ടിഫുൾ അതിൻ്റെ പൂവ് കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗി അതിന്.
നമ്മുടെ പയർ 1-2 മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് ചെറിയ പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതിന്. പിന്നെ എന്താ കുക്കുമ്പർ എന്താ സംതിങ് ആണ്, അതും വരുന്നുണ്ട്. നമ്മുടെ ലൊബീലിയ നല്ല ഭംഗിയുണ്ട്. ഞാൻ മൊബൈൽ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. തക്കാളിമ പൂവിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ വെന്തിയ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് വെന്തി. ഇത് ബ്ലസ്സി തന്നതല്ല, ഞാൻ അതിന് മുൻപ് നട്ടതാ. ഇതാണ് ഏറ്റവും നന്നായേക്കണം. ഇത് നോക്കിയേ. പിന്നെ നമ്മുടെ പെറ്റൂണിയ നേരത്തെ പറഞ്ഞത്, അവരുടെ റോസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചീര, നമ്മുടെ റാണിയുടെ ഡാഡി തന്ന ചീര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുമാതിരിയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജാസ്മിന, ഒരു ഡാലിയ, നമ്മുടെ പെറ്റൂണിയ, ലൊബീലിയ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇവിടുത്തെ. ഓരോ സമയത്ത് ഇവിടെ ഓരോന്നാണ്. ഇത് സ്ട്രോബെറി 2-3 കായ ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ അവിടെ ഒരു ഇത് നട്ടായിരുന്നു, തക്കാളിയുടെ വിത്ത് നമ്മുടെ വീട്ടിൽ തന്നെ, അത് മുളച്ചിട്ടുണ്ട്. പിന്നെ ഇത് പെപ്പറാന്ന് തോന്നുന്നു, അതിനൊക്കെ കായായിട്ട് വരുന്നുണ്ട്. വഴുതനങ്ങ നല്ല ഭംഗിയായിട്ട് പൂവിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ 10 മണിച്ചെടി നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാവണ്ടർ അതുണ്ട്. ടീന തന്ന ചീര ഒരു അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നിങ്ങളെ കാണിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ തക്കാളി, സൂര്യകാന്തിയിൽ ചിലപ്പോൾ ഒരു പൂ ഉണ്ടാവുമായിരിക്കും, അതിങ്ങനെ ഭംഗിയായിട്ട് വരണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് ചെടികളുണ്ട് നനയ്ക്കാനായിട്ട്, നനയ്ക്കട്ടെ. നനച്ചിട്ട് വരാം കേട്ടോ. നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് ഒന്ന് പ്രിയയുടെ വീട്ടിൽ കൊറിയാണ്ടർ നന്നായിട്ട് വരണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രിയ മെസ്സേജ് ഇട്ടിട്ടായിരുന്നു. വേറെ ആരെങ്കിലും കൊറിയാണ്ടർ നട്ടോ എന്തെങ്കിലും വരുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ചെടികളൊക്കെ ഉണ്ടോ ആരുടെയും വീട്ടിൽ? മെസ്സേജ് ഇടണേ. ഞാൻ 2 ദിവസമായിട്ട് മറ്റേ മല്ലിയൊന്നും നട്ടില്ലല്ലോ, ഞാൻ ഉണ്ടായില്ലല്ലോ ഇവിടെ. ഇനി മല്ലിയും ഉലുവയും ഇതൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, ചെയ്യണം. ആകെ നമുക്ക് ഇത്രയും ദിവസങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സ്പ്രിംഗ് ഒനിയൻ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ സ്പ്രിംഗ് ഒനിയൻ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ റൂട്ട് നട്ടാൽ മതി കേട്ടോ, പിന്നെയും വരുവേ. ഞാനിവിടെ കാണാൻ പറ്റില്ല, ഇവിടെ ഒരു മരത്തിൻ്റെ അവിടെ ഞാൻ കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ 2 ചെടി നട്ടിട്ടുണ്ട്. അത് പിടിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ, നോക്കാം നമുക്ക്. ചീനയുടെ കുസൃതികളാണ് അതൊക്കെ. ചീന അവിടെ ചെയ്യാനായിട്ട് ഞാൻ ചെയ്തേക്കുന്നതാണ്. അപ്പം പിടിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓരോന്നും പരീക്ഷണങ്ങളാണല്ലോ. അങ്ങനെ പിന്നെ എന്തുമായിരുന്നു, അതൊക്കെ നനച്ചില്ലേ? കുറേ നനച്ചു. ഒന്നുമില്ല. ഇപ്പുറത്ത് കുറച്ച് ഡാലിയുണ്ട്, ഡാലിയും തക്കാളി തൈയും. നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളും കമ്പോസ്റ്റ് ഉണ്ടാക്കണേ. വെറുതെ ഇതിനാ നമ്മള് പൈസ കൊടുത്ത് ഒറ്റ സാധനം മേടിക്കണ്ട. നമ്മുടെ ഡാലിയ കുട്ടന്മാര് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. വേറെന്താ വിശേഷം പറയാനുള്ളത്? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇതുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. ഇനി എന്നാൽ ടീനയും ഞാനും കൂടി ഒരു ദിവസം ഡ്യൂട്ടി ഉണ്ട്, അല്ലാതെ ടീനെ കാണാൻ പറ്റുന്നില്ല. ടീനയും തിരക്കാം, ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ടേ എല്ലാവരും പുറത്ത് പോകുന്ന, കുറച്ച് സമയം കിട്ടുമ്പോൾ പിള്ളേരെ കൊണ്ട് പുറത്ത് പോകുന്നൊരു ഇതാണല്ലോ. ഒരു ഒക്ടോബർ വരെ നമുക്ക് ഇങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ശങ്കരൻ എഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ചൊല്ലില്ലേ, പെട്ടെന്നാണ് പറഞ്ഞു ഇതാട്ടോ. അങ്ങനെ ഇനി ഞാൻ നിങ്ങളെ ഫോൺ എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ലൊബീലിയ എന്ന് പറഞ്ഞില്ലേ, ഇതേ നോക്കിയേ.
നല്ല ഭംഗിയായിട്ട് നല്ല നീല കളറിൽ ലൊബീലിയ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള എൻ്റെ പേര് ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ 10 മണി നിങ്ങളെ കാണിച്ചു തന്നത്, എന്നാലും പിന്നെയും കാണിക്കാനൊരു മോഹം. ഇത് നാട്ടിൽ നിന്ന് ലിജി കൊണ്ടുവന്നതാണ്, ഞങ്ങൾക്കൊക്കെ കിട്ടിയതാ. എൻ്റെ എതളുകൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഇത് ടീന തന്ന ചീരയാണ് നിൽക്കുന്നത്, ഇത്രയായിട്ടുണ്ട്. പിന്നെ ഇത് വഴുതനങ്ങയുടെ പൂക്കളാണ്. ഇങ്ങനെയാണോ വരുന്നത്? ഉണ്ടാവുമെന്ന് കരുതാം അല്ലേ. ഇത് ഞാൻ പറഞ്ഞില്ലേ പെപ്പർ നട്ടിട്ട് അതിനൊരു മുട്ട് വന്നിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് പൂത്തു. ഇത് എന്ത് പൊട്ടറ്റാണോന്നൊരു ഡൗട്ട്, ഓർക്കുന്നില്ല ഏതാന്ന്. ഈ പൂക്കൾ ഇത് പയറിൻ്റെ പൂക്കൾ. പിന്നെ ഇത് ഞാൻ വെറുതെ നട്ടതാണ്. തക്കാളി തൈകൾ മുളച്ച് നിൽപ്പുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറിച്ച് നടാം. പിന്നെ ഇതും എന്തോ ഒരു കുക്കുംബർ പോലത്തെ എന്തോ ഒരു സംഭവമാണത്. ഇതാണ് ഉലുവ ഞാൻ പറഞ്ഞത്. ഇതാണ് പോയി ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇത് ബിസിലിസി കാണിച്ചില്ലേ. ഇത് നമ്മുടെ ബന്ദിക്കുട്ടന്മാരാണ് നിൽക്കുന്നത്. ഇത് റാണിയുടെ ഫാദർ തന്ന ചീരയും അതിൻ്റെ കൂടെ 1-2 വിത്തുകളുണ്ട്. ഞാൻ പറിക്കുന്നില്ല, പറിച്ചാൽ ചിലപ്പോൾ എങ്ങാനും പോയാലെന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഡാലിയാണ്. ഓക്കെ, ഇതിൻ്റെ കളർ നോക്കിയാൽ ഡാലി ഇവിടെ വന്നിട്ടുണ്ടായതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഡാലിയത്. ഓഹ് അടിപൊളി കളറാണ്. അതുണ്ട്, ഇതും അത് തന്നെ സെയിം കളർ. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, അത് മഞ്ഞ ചെറുതാണ്. ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്, നമ്മൾ അന്ന് നട്ടില്ലേ അതെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇത് അവരുടെ റോസപ്പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്തുമാത്രം ഉണ്ടായേക്കണേ, ഒരു 10-100 ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇങ്ങോട്ടേക്കാണ് ചാഞ്ഞേക്കണേ. അവരുടെ അവിടെ ഒന്നുമില്ലാന്ന് തോന്നുന്നേ, അവർ അത്ര ബോധേടുമല്ല. കണ്ടോ, കൊലയായിട്ടുണ്ടായി കിടക്കണം. നമ്മുടെ ചെറികളെല്ലാം തീർന്നു. എന്നാലും ആ ചെറികളുടെ ഇടയിൽ കൂടെ ആ റോസപ്പൂ അങ്ങനെ വന്ന് കിടക്കണ കാണാനായിട്ടേ നല്ല ഭംഗി അല്ലേ. മണമൊന്നുമില്ല അതിന്, ചെറിയ റോസപ്പൂവാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഇതും അപ്പുറത്തെ വീട്ടുകാരുടെ ഒരു സൈസ് നീലപ്പൂ. ഏത് പൂവാന്ന് അറിഞ്ഞൂടാ കേട്ടോ. അതെ കണ്ടോ, നമ്മുടെ ഈ കോഴിവാലം പൂ പോലെ ഉണ്ടല്ലേ, ഒരു സൈസ് നീല കളറാണ് അതിന്. അത് അപ്പുറത്തെ വീട്ടിലെ, അത് ഇതിൽ കൂടെ പോയാൽ കാണാൻ പറ്റും. അതെ, എനിക്കിത് വെളിച്ചടിക്കുന്നതുകൊണ്ട് കറക്റ്റ് കളറ് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ ഇന്നത്തെ നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ? നിങ്ങളും എടുത്തോ? പിന്നെ നമ്മുടെ ബ്ലസ്സിയുടെ വീട്ടിൽ നിന്ന് നട്ട തൈകളാണ് കേട്ടോ ഇത് മൊത്തം. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാവരും. ഇതെല്ലാം ഞാൻ മുകളിൽ വെച്ചിരിക്കുക. താഴെ വെച്ചാലേ മറ്റേ സ്ലഗ് കുട്ടന്മാർ കൊണ്ടുപോകും. അതുകൊണ്ട് ഇതെല്ലാം മുകളിൽ വെച്ചിരിക്കുവാണ്. ഇതുണ്ട് അതിൻ്റെ കൂടെ. അതിൻ്റെ കൂടെ ഞാൻ 2 എണ്ണം ബ്ലസ്സിയുടെ നട്ടിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു മുല്ല. കഴിഞ്ഞ വർഷം പൂവുണ്ടായി, ഈ വർഷം അത് പോയി. പക്ഷെ എന്നാലും ഇപ്പോൾ 1 എണ്ണം പിടിച്ച് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ കാണിക്കാനായിട്ട്. ഇനി ബാക്കി ഇതൊക്കെ ആയിട്ട് വിശേഷങ്ങളായിട്ട് പിന്നെ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കേട്ടോ. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ദാഹിച്ചു പോയി. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. നാട്ടിലിപ്പം വൈകുന്നേരം ആയി കാണും അല്ലേ? നിങ്ങൾ 4 മണി ചായയൊക്കെ കഴിഞ്ഞ് കാണും. ചായ എല്ലാവരും കുടിക്കുന്നവരാണോ? പലഹാരം ഉണ്ടാക്കാറുണ്ടോ വീട്ടിൽ? അതോ എന്തെങ്കിലും വാങ്ങിക്കുമോ? അതോ എന്തെങ്കിലും വറുത്തതൊക്കെ ഇരിപ്പുണ്ടാവോ? ലൈക്ക് അച്ചപ്പം, കുഴലപ്പം, ചക്ക വറുത്തത്, കായ വറുത്തത്, അതൊക്കെ ഇരിപ്പുണ്ടാവോ? മെസ്സേജ് ഇടണേ. നാടൻ വിശേഷങ്ങൾ കേൾക്കാനും വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വിശേഷങ്ങളും വാർത്തകളും പൂക്കളും കായ്കളും ചെടികളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. ടിൽ ദെൻ ബൈ. എല്ലാവർക്കും